ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 52. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ദിവസം 52, 214, കൽക്കട്ട, നവംബർ 3, 1980. ഏറ്റവും പാവപ്പെട്ടവരുടെ അമ്മ. പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, എൻ്റെ ഈ മക്കളെ എൻ്റെ വിമല ഹൃദയ സങ്കേതത്തിൽ കൂടുതലായി ശേഖരിക്കുന്നതിനും ഈ മഹാരാജ്യത്തിൽ നിങ്ങൾ വരുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരിൽ ഭൂരിപക്ഷവും ഇപ്പോഴും സുവിശേഷത്തെ അറിയാതെ ജീവിക്കുന്നവരത്രേ. പോയി രക്ഷയുടെ സദ്വാർത്ത ഭൂമിയുടെ എല്ലാ ആളുകളുമായി പ്രസംഗിക്കണമെന്ന കൽപ്പനയോടെ എൻ്റെ പുത്രൻ യേശു സ്ലീഹന്മാർക്ക് കൊടുത്തതും നിങ്ങളെ പഠിപ്പിച്ചതുമായ സുവിശേഷത്തെപ്പറ്റി ഈ ആളുകൾ അജ്ഞരാണ്. ഇവരിൽ എത്ര അസംഖ്യം പേർ അജ്ഞാതാന്ധകാരത്തിലോ മറ്റു മതങ്ങളിലോ ഉൾപ്പെട്ട് ജീവിക്കുന്നു. തന്മൂലം അവരെ സത്യത്തിൻ്റെ തികവിലേക്ക് നയിക്കേണ്ടതുണ്ട്. സത്യമാകട്ടെ രക്ഷയുടെ സുവിശേഷം എല്ലാവർക്കും നൽകുന്നതിന് യേശു സ്ഥാപിച്ച കത്തോലിക്ക സഭയിൽ മാത്രമാണുള്ളത്. നിങ്ങൾ കണ്ടതുപോലെ മറ്റെങ്ങും കാണപ്പെടത്തക്ക വിധം ഇവിടെ എൻ്റെ മക്കളിൽ എത്രയധികം പേർ എത്ര ദാരുണമായ സ്ഥിതിയിലും കൊടും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നു. അവരിൽ അസംഖ്യം പേർക്കും വീടോ ജോലിയോ ആഹാരമോ വസ്ത്രമോ ഇല്ല. കീറത്തുണി ധരിച്ചുകൊണ്ട് റോഡരികിൽ അവർ ജീവിക്കുന്നു. തങ്ങളിൽ സഹാനുഭൂതിയോ താല്പര്യമോ ഇല്ലാത്ത ആളുകളുടെ മധ്യേ അവർ സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വരവ് അവരുടെ സമീപയുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഒരമ്മയുടെ വേദനാത്മകമായ ഉത്കണ്ഠയുടെയും വിശേഷമായ അടയാളമത്രേ. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും അമ്മയാണ് ഞാൻ. അവരുടെ ക്ലേശങ്ങളെല്ലാം അപാരമായ എൻ്റെ ഹൃദയ ദുഃഖത്തിൽ ഇന്നു ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ പാവപ്പെട്ട മക്കളുടെ മുറിവുകളിൽ ഞാൻ തൈലം പുരട്ടുകയും അവരുടെ ക്ലേശത്തെ വലുതായി വിലമതിക്കുകയും ചെയ്യുന്നു. അവരുടെ ക്ലേശങ്ങൾ യേശുവിനെ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലാത്തവരുടെയും ഇരുളിൽ നടക്കുന്നവരുടെയും ക്ലേശങ്ങൾ, പുറന്തള്ളപ്പെട്ടവരുടെയും ആരിൽ നിന്നും സഹായം ലഭിക്കാത്തവരുടെയും ക്ലേശങ്ങൾ, സ്വന്തമായി യാതൊന്നുമില്ലാത്തവരുടെയും ക്ലേശങ്ങൾ, തങ്ങൾക്ക് തുണയായി ആരെയും കാണാതെ വഴിയരികിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരുടെ ക്ലേശങ്ങൾ, ഇവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെയും ദയനീയരിൽ ദയനീയരുടെയും അമ്മ ആണ് ഞാൻ. അവർക്കാവശ്യമായ സഹായം നൽകുന്നതിന് എൻ്റെ വിമല ഹൃദയം ആഗ്രഹിക്കുന്നു. അതേ, യേശുവിനെ കണ്ടെത്തുന്നതിനും അവൻ്റെ രക്ഷയുടെ സുവിശേഷത്തെ സ്വീകരിക്കുന്നതിനുമുള്ള സഹായം എൻ്റെ മിഷണറിമാരായ പുത്രന്മാരും പുത്രിമാരും കൊണ്ടുവന്ന സുവിശേഷമാണ്. ഈ ലക്ഷ്യത്തോടുകൂടെ തങ്ങളുടെ മുഴുവൻ ജീവിതവും അവർ ഇവിടെ ചെലവഴിക്കുന്നു. കൂടുതൽ അഭികാമ്യവും മാനുഷികവുമായ അസ്തിത്വത്താൽ ദൈവമക്കളുടെ അഭിമാനത്തോടെ ജീവിക്കുന്നതിന് അവരെ ഞാൻ സഹായിക്കുന്നു. സ്വരമില്ലാത്തവരായ എൻ്റെ ഈ പാവപ്പെട്ട മക്കൾക്ക് ഞാൻ സ്വരമായി തീർന്നിരിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഈ സഹോദരന്മാരെ പറ്റി നിങ്ങൾ ഓർക്കുക. ആഹാരവും മറ്റ് ജീവിതാവശ്യങ്ങളും ലഭിക്കാതെ ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഓർക്കുക. എൻ്റെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സുഭിക്ഷതയിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. ധനം സമ്പാദിച്ചു കൂട്ടുന്നതിൽ അതീവ താല്പര്യം കാണിക്കരുത്. സൃഷ്ടാവും ഈ നന്മകൾ എല്ലാവരുടെയും ഉപയോഗത്തിനായി നൽകിയിരിക്കുന്നതിനാൽ അത് എല്ലാവർക്കുമായി വിതരണം ചെയ്യപ്പെടണം. ഞാൻ എല്ലാവരുടെയും, വിശിഷ്യ ഏറ്റവും പാവപ്പെട്ടവരുടെയും അമ്മയാകുന്നു. അവരുടെ ക്ലേശങ്ങളെ ഞാൻ ശേഖരിക്കുകയും ആശീർവദിക്കുകയും യേശുവിൻ്റെ ഭരണം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം വഴി വരുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കുകയും ചെയ്യുന്നു. അത് സത്യത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യമായിരിക്കും. അതിൽ എൻ്റെ പാവപ്പെട്ട മക്കൾക്ക് പ്രഥമ സ്ഥാനം ലഭിക്കുകയും ചെയ്യും. ബാംഗ്ലൂർ, നവംബർ 14, 1980. 215. സുവിശേഷത്തിൻ്റെ ശക്തി. എൻ്റെ കൊച്ചുമകനെ, ഇവിടെയുള്ള നിൻ്റെ വാസം ഇത് എൻ്റെ മണിക്കൂറാണെന്നും സ്വർഗീയ നായിക ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും
തൻ്റെ സൈന്യത്തെ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടുന്നുവെന്നുള്ളതിനുള്ള അടയാളമാകുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായ അതിരൂപതകളിലെ പ്രാർത്ഥനായോഗങ്ങളിൽ നിങ്ങൾ തൻ്റെ പ്രിയമക്കളെ ശതകണക്കിന് കാണുകയുണ്ടായി. പതിനായിരക്കണക്കിന് സന്യസ്തരും വിശ്വാസികളും കത്തീഡ്രൽ ദേവാലയങ്ങളിൽ എൻ്റെ വിമല ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്യുന്നതും നീ കണ്ടു. അനുകൂലമായി പ്രത്യുത്തരം നൽകിയ നിങ്ങളിലൂടെ എൻ്റെ പ്രകാശം തിരുസഭയിൽ കൂടുതലായി പരത്തുന്നു. ഇങ്ങനെ തിരുസഭ നവശക്തിയും വിശ്വാസവും ഒരു പുതിയ പ്രചോദനവും സമാർജിച്ചുകൊണ്ട് എല്ലാ രാജ്യക്കാരുടെയും സുവിശേഷവൽക്കരണവും ആത്മരക്ഷയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ മഹാരാജ്യത്തെയും അതിൽ വസിക്കുന്ന എൻ്റെ മക്കളുടെ മഹാജനസഞ്ചയത്തെയും വീക്ഷിക്കുക. അവർ ഇപ്പോഴും യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവർക്കും സത്യത്തിൻ്റെ പ്രകാശം ലഭിക്കണമെന്നും കൃപാവരം അവരുടെ മേൽ ചൊരിയപ്പെടണമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇപ്പോഴും അന്ധകാരത്തിൽ നടക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷയുടെ സുവിശേഷം പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. യേശു നിങ്ങളോട് പ്രസംഗിച്ചതുപോലെയും പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയതുപോലെയും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഇന്നും സുവിശേഷം അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടണം. ഇന്നും സുവിശേഷം അക്ഷരാർത്ഥത്തിൽ ജീവിക്കപ്പെടണം. ഇന്നും അക്ഷരാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സുവിശേഷത്തെ വെറും മാനുഷികമായ രീതിയിൽ മാത്രം വിശുദ്ധീകരിക്കുന്നതിനും അതിൻ്റെ ചരിത്രപരവും സ്വാഭാവികാതീതവുമായിട്ടുള്ള ഉള്ളടക്കത്തെ അവഗണിക്കുന്നതിനും അത് ഉൾക്കൊള്ളുന്ന ദിവ്യവും അത്ഭുതാവഹവുമായ കാര്യങ്ങൾക്ക് സ്വാഭാവിക വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുമുള്ള അനേകം ആളുകളുടെ ശ്രമം അതിൻ്റെ ദൗത്യം ബലഹീനമാക്കുന്നതിനും അതിൻ്റെ പ്രക്ഷേപണത്തിൽ നിന്ന് ഉളവാകുന്ന ഫലദായകത്വം ശക്തിഹീനമാക്കുന്നതിനും കാരണമായിട്ടുണ്ട്. സുവിശേഷവൽക്കരണത്തിൻ്റെ ശക്തി അതിനോടുള്ള വിശ്വസ്തതയും ആധികാരികതയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ വിവിധ സംസ്കാരങ്ങളോടും അനുരൂപപ്പെടുത്തണമെന്നില്ല. എല്ലാ സംസ്കാരങ്ങളെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിലത്രേ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ശക്തിയും സ്വാധീനവും ബലഹീനമാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മക്കളിൽ എത്ര പേർ ഇന്ന് ക്രിസ്തുവിൻ്റെ അനുയായികളാകുമായിരുന്നു. ഞാൻ നിങ്ങളുടെ അമ്മയും അധ്യാപികയുമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവവചനം ഞാൻ സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്തതുപോലെ ഇന്നും അതിനെ സ്വീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഞാൻ കാരണമാകുന്നു. ആകയാൽ ദൈവവചനത്തിൽ നിങ്ങൾ ജീവിക്കുകയും അക്ഷരാർത്ഥത്തിൽ പ്രഘോഷിക്കുകയും ചെയ്യണം. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രചോദനം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രദാനം ചെയ്യുന്നു. വെളിച്ചത്താൽ പ്രജ്വലരായി ഭൂമിയിലെ എല്ലാ ജനതകളോടും സുവിശേഷം പ്രഖ്യാപിക്കുവിൻ. ഞാൻ സർവ്വജനത്തിൻ്റെയും മാതാവും അധ്യാപികയും അത്രയും. അവരെല്ലാം എൻ്റെ പുത്രൻ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്നതുവരെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം അതിൻ്റെ തികവിൽ എത്തുകയില്ല. എൻ്റെ വിമല ഹൃദയത്തിൽ വസിക്കുകയും യേശുവിൻ്റെ ഭൂമിയിലെ സർവ്വജനങ്ങൾക്കും നൽകുകയും ചെയ്യുക. എൻ്റെ പുത്രൻ്റെ ഏറ്റവും ആഴമായ ആഗ്രഹം വേഗം നിവൃത്തിയാകും. 5 ഭൂഖണ്ഡങ്ങളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എൻ്റെ മാർഗദർശനത്തിലൂടെ എല്ലാവരും ആട്ടിടയൻ്റെ കീഴിൽ ഒരു തൊഴുത്തിൽ പ്രവേശിക്കുവാനും അതിൻ്റെ ഭാഗമാകുവാനും ദ്രുതഗതിയിൽ ചരിക്കും. ഇപ്പോൾ ഒരമ്മയുടെ ആർദ്രതയോടെ വളരെ വിദൂരത്തിലായിരിക്കുന്ന എൻ്റെ ഈ മക്കളെ ഞാൻ നോക്കുകയും നിങ്ങളിലൂടെ അവരെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. ഡിസംബർ 8, 1980, 216 മഹാകരുണ. സ്നേഹസുതരേ, നിങ്ങളെയെല്ലാം എൻ്റെ വിമലമായ മേലങ്കിക്കുള്ളിൽ ഞാൻ പൊതിയുന്നു. ഞാൻ നിങ്ങളെ വലിയ പോരാട്ടത്തിനായി ആഹ്വാനം ചെയ്യുന്നു. ഓരോ ആക്രമണങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഞാൻ ആവരണം ചെയ്യുന്ന കവചം ഇതത്രേ. നിങ്ങളുടെ പ്രതിരോധത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കുമായി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ശക്തമായ പരിച നിങ്ങൾ ഒരിക്കൽ കൂടി ധരിക്കണം. ഇന്ന് എൻ്റെ ശത്രു വെച്ചിരിക്കുന്ന കെണികൾ എത്ര അധികം! അവൻ്റെ കടന്നാക്രമണത്തിൻ്റെ കൊടുമുടിയിൽ അവൻ എത്തിച്ചേർന്നതുപോലെ തോന്നുന്നു. എല്ലാവിധത്തിലും അതിസൂക്ഷ്മമായ ഉപാധികൾ പ്രയോഗിച്ചും അവൻ നിങ്ങളെ വഞ്ചിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആഘാതമേൽപ്പിക്കുന്നതിനും പാപത്താൽ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ ഏകരക്ഷകനായ യേശുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതിനും കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവൻ പ്രത്യാശിക്കുന്നു. ഈ അദൃശ്യമായ വിഷത്താൽ മനുഷ്യവർഗം മുഴുവനും മലിനമായിപ്പോയി. ഇത് യേശുവിൻ്റെ ദയാപൂർണമായ സ്നേഹത്താൽ സുഖപ്പെടേണ്ടിയിരിക്കുന്നു. യേശു നിങ്ങളുടെ വിമലയായ അമ്മയുടെ പ്രവർത്തനങ്ങളിലൂടെ അസാധാരണമാംവിധം തന്നെ വെളിപ്പെടുത്തും.
യുദ്ധം ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആയുധം നിങ്ങളുടെ ഹൃദയവുമായി സംയോജിക്കപ്പെടുന്ന ആ ചരട് പരിശുദ്ധ ജപമാലയത്രയും. പ്രിയസുതരെ, അത് കൂടെ കൂടെ ചൊല്ലുക. കാരണം കർത്താവ് തൻ്റെ മഹാകരുണയെ സ്വയം വെളിപ്പെടുത്താൻ അതിനെ ചലിപ്പിക്കുന്നതിന് പോരാ, അതിന് ബലം പ്രയോഗിച്ചു കൊണ്ടുവരുന്നതിന് ഇക്കാലത്ത് എനിക്ക് സാധിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും കൂടി നിങ്ങൾ വൈദിക പ്രാർത്ഥന ചൊല്ലുമ്പോൾ മാത്രമാണ്. എല്ലാം പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന മാത്രയിൽ പിതാവിൻ്റെ ദയാപൂർണമായ സ്നേഹത്തിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടും. നിങ്ങളെ ഞാൻ ഏത് പതാകയുടെ കീഴിൽ അണിനിരത്തുന്നുവോ ആ പതാക ക്രൂശിതനായ യേശുവിൻ്റേതത്രേ. അത് നിങ്ങളുടെ തലതിരിഞ്ഞ തലമുറകൾ പ്രദർശിപ്പിക്കും. രക്ഷ പ്രാപിക്കുന്നതിന് യേശുവിൻ്റെ കുരിശിലൂടെ അല്ലാതെ വേറെ മാർഗമില്ല. ഒരു കയ്യിൽ ജപമാല ധരിച്ചുകൊണ്ടും മറ്റേ കയ്യിൽ ക്രൂശിതൻ്റെ കൊടി പിടിച്ചുകൊണ്ടും യുദ്ധത്തിൻ്റെ നിർണായകമായ ഈ ഘട്ടത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. എൻ്റെ മാതൃസഹജമായ ഇടപെടലിനു വേണ്ടി എനിക്ക് പ്രിയങ്കരനായ ആദ്യപുത്രൻ വിശ്വാസപൂർണമായ തൻ്റെ പ്രാർത്ഥനയിലൂടെ സുശക്തമായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിലവിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. ഈ ശക്തമായ നിലവിളി സ്വർഗം ഭേദിച്ചുകൊണ്ട് വിജയത്തിൻ്റെ മണിക്കൂർ ത്വരിതപ്പെടുത്തുന്നതിന് എൻ്റെ മാതൃഹൃദയത്തെ നിർബന്ധിക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ നിങ്ങളെ എൻ്റെ സൈന്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും യുദ്ധം ചെയ്യുന്നതിനായി നിങ്ങൾ ഉപയോഗിക്കേണ്ട പരിചയവും ആയുധവും കൊടിയും ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യമായ ഭാരതത്തിലെ കൊൽക്കത്തയും ബാംഗ്ലൂരും എന്ന നഗരങ്ങളിൽ ഫാദർ സ്റ്റെഫാനോ ഗോപി അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി വന്നപ്പോൾ ഉണ്ടായ മാതാവിൻ്റെ ദർശനങ്ങളാണ്, സന്ദേശങ്ങളാണ്. ഈ സന്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് തീരാം. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അതിനുവേണ്ടി വിമല ഹൃദയ പ്രതിഷ്ഠയും അതോടൊപ്പം പരിശുദ്ധ ജപമാലയും ചൊല്ലി വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആശ്രയം പ്രാപിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ.